എന്തൊരു മഴയാണിത്. മാറാലല്ലത്, ഇത് തട്ടിയില്ലേ, മറന്നത്. ഇവിടൊക്കെ കാലൊട്ടിയിട്ട് മനുഷ്യന് നടക്കാൻ വെച്ച അതാണെങ്കിൽ എത്ര മാറാലട്ടിയാലും വേഗം വരികയാണ്. എടി ജെസ്സിയെ, അമ്മ ചെത്താ ഇവിടെ ആദ്യം അടിച്ചേരി തുടക്കുന്നത്, ഇവിടെ ആദ്യം തുടക്കടി. ഞാൻ ഉള്ളില് തുടച്ചതാണല്ലോ. തുടച്ചിക്കണോന്നോ? ഇതിലെ മനുഷ്യൻ നടക്കാൻ വെച്ച കാലൊട്ടിയിട്ട്. ഇങ്ങനെ ഇജ്ജ് തുടക്കണത്? ഒരു വൃത്തിയും തൂല്ല. ബേക്കിൽ ഇങ്ങനെ നടക്കണം ഞാന്. ഇങ്ങനെ മങ്ങൾ ഇന്നെങ്ങനെ പറയുന്നത്? ഞാൻ ശരിക്കും തുടച്ചതാണ്. ഞാൻ ഇതാ സിറ്റൗട്ടും കൂടെ ഉള്ളു അടിച്ചേരി തുടക്കാനുള്ളത്. അതിന് വേണ്ടി അടിച്ചേരി അപ്പൊ മാറാലെന്റെ തട്ടാൻ വേണ്ടിട്ട് ഞാൻ അവിടൊക്കെ തുടച്ചതമ്മ. ഇപ്പാണ് തുടച്ച് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ എങ്ങനെ അവിടെ ഒട്ടുക? ഇവിടെ അടിച്ചേരി തുടച്ചിട്ട് ഇവിടെ ശരിക്കും തുടക്കേ. അടിച്ചേരിയില്ല, അവിടെ ശരിയായിട്ടില്ല. ശരിക്കൊന്ന് അടിച്ചേരി വെക്കാ. ഓളിങ്ങനെ മെല്ലെ മെല്ലെ ഇതാക്കി ഇങ്ങാണ്ട്, എന്നാലും ഒരു വൃത്തി ഉണ്ടാകൂല. ഞാൻ ഇങ്ങനെ ബാക്കിൽ നടന്ന് ഓതി കൊടുക്കണൊക്കെ ഞാൻ ചെയ്തോണ്ട് ഇവിടെ ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് ഇവിടെ തൊടുക്കുമ്പോ അവിടെ ഞാൻ തുടച്ചോണ്ടൊന്നും കൂടി അല്ലാത്തൊരിറങ്ങ. നോക്കിക്കൂടെ അങ്ങോട്ട്. ആദ്യം മാറാലാൻ തട്ട്, എന്നിട്ട് ബാക്കി ഒന്നും കൂടി അടിച്ചിങ്ങോട്ട് തുടക്കേ. ഇനി ഞാൻ വരുമ്പോ വൃത്തിയില്ല ഞാൻ കാണട്ടെ. ബാക്കി എനിക്ക് ഞാൻ കാണിച്ചേ. ഇങ്ങനെയൊക്കെ കാരണ കാട്ടെ. താത്ത ഉണ്ടല്ലോ അവിടെ നിക്കണേ. താത്ത, ഷാനിയെ, ആകെ നഞ്ഞടി. നല്ല മഴ ഉണ്ടല്ലേ? എന്തോ ഒരു മഴയാണെന്ന്. ഇങ്ങോട്ട് നഞ്ഞ്. എന്താ പരീക്ഷ ഒക്കെ കഴിഞ്ഞോ? പരീക്ഷ ഒക്കെ കഴിഞ്ഞു. ഇനി ഉണ്ട് 2-3 മഴയാണ്, ചോരണമില്ല. എന്തോരം മഴ അറിയോ? ഇത്ര നേരായി. നിങ്ങളൊക്കെ പണിയിലാണല്ലോ. ചോറുന്നാ വന്നത്? ഇല്ല, ഞാൻ ചോറൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ നേരെ അങ്ങോട്ട് പോന്നതാ. ഇജിപ്പോ അവിടെ വർത്താനം പറഞ്ഞു കുത്തിരിക്കുക? അത് നന്ന്, രണ്ടും കൂടി വർത്താൻ പറഞ്ഞു കുത്തിരിക്കണ്. ഇവിടുത്തെ പണിയൊന്നും പിന്നെ എടുക്കൊന്നും വേണ്ടേ? വേഗം നോക്കിക്കൂടെ അങ്ങോട്ട്. കുറെ നേരെ ആയിക്കണല്ലോ ചൂടും പിടിച്ച് കുത്തിരിക്കണ്. വേഗം അടിച്ചേരി ഇങ്ങോട്ട് തുടച്ചാ, എന്നിട്ട് വേണം ഉള്ളിലും തുടക്കാന്. തീരെ വൃത്തിയില്ല. അമ്മ അത് കഴിഞ്ഞു. ഞാൻ ഷാനി വന്നപ്പോ ഒന്ന് വർത്താൻ പറഞ്ഞതാ. ആദ്യമായിട്ട് കാണാനല്ലോ പോള് ഷാനിന്ന്. ആ പേരും പറഞ്ഞ് കുറച്ചേരം നിക്കണോ? അതന്നെ. നോക്കിക്കൂട്. ഇത് കഴിഞ്ഞമ്മ, ഞാൻ വന്ന് തുടക്കാണ്. ഇല്ലാത്തൊരു പെണ്ണെന്നെ. ഏതായാലും പോയി തല ഉറത്തിക്കന്നാല്. തല തുറത്തിട്ട് പോയിട്ട്. ഞാനേ ഇവിടെ അടിച്ചേരി തുടക്കേന്. അതിലാണ് അവിടെ ഇനിയും പൊടി പോയിട്ടില്ലായിരുന്നു നിങ്ങളോട് പറയുന്നത്. ഞാൻ വേഗം പോയിങ്ങാണ്ട് ഒന്നും കൂടി തുറക്കട്ടെ, അല്ലെങ്കിൽ അത് മതിയാകും ഇന്നത്തെ ദിവസം. അല്ലാത്തൊരെങ്ങാറ്. എനിക്ക് തണുത്തിട്ട് വെച്ച. ഇനിയിപ്പൊ അതിൽ പോയി ഞാൻ തുടക്കണല്ലോ. തിരുമ്പാനും ഉണ്ട് ഇഷ്ടം പോലെ. മഴയത്ത് ഞാൻ തിരുമ്പണ്ട്. ഒരു മഴ. ആകെ അങ്ങോട്ട് നേരെ വൈകിക്കുന്ന ദിവസം. എടി ജെസ്സിയെ, എന്തമ്മ? ഓളിവിടെ ഇങ്ങനെ പണിയിട്ട് മറിച്ചല്ലേ. എടി ചെത്തടിയാ ചോറിന് ഉണ്ടാക്കിയത്, കൂട്ടാനും ഇതൊക്കെ തൊള്ളിയിലൊക്കെ വയ്ക്കും അത്. ഒരു ഉപ്പുമില്ല, പുളിയില്ല, എരിവില്ല. എങ്ങനെയാ ഞാനിപ്പോ തിന്നത് അറിയോ? എന്തൊക്കെയാ മങ്ങൾ പറയണത്? ഞാൻ നല്ലതില്ല എന്നെ അമ്മ ഉണ്ടാക്കിയത്. ഇത്ര കാലായിട്ട് ഓരോന്ന് ഉണ്ടാക്കലോ തുടങ്ങിയിട്ട്. എന്തിനമ്മ അങ്ങനെയൊക്കെ പറയണത്? ഒരു സാധനം ഒരു ഇതെടുത്താലും ഒരു മെച്ചമില്ലാത്തൊരു സാധനം. അങ്ങനെ ഒരുമ്പോട്ടുങ്ങാണ്ട് എനിക്ക് തോന്നുന്നു നല്ല നിലക്ക് ഉണ്ടാക്കിയാലേ. ഞാൻ നോക്കിയതാണ്, ഉപ്പും ഇതൊക്കെ നോക്കിയതാണ്. ഒന്നും ഒരു കുഴപ്പമില്ല. അല്ലേ ഇതായ കൊണ്ട് തന്നെ എനിക്ക് തോന്നിയത്. ഉണ്ടാക്കുന്നത് മാത്രമാണോ? അടിച്ചേരിയാലും വൃത്തി ഉണ്ടാവില്ല, തുടച്ചാലും വൃത്തി ഉണ്ടാകൂല. എന്ത് ചെയ്താലും ഒരു വൃത്തി ഇല്ലാതെ ഇങ്ങനെ ചെയ്തുകൊണ്ട്. എന്തിനമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്? എന്താ റബ്ബേ ഞാൻ ചെയ്യ? എന്ത് ചെയ്താലും കുറ്റം. ഇനിയൊരു അവസാനം ഇല്ലല്ലോ. എല്ലാത്തിനും കുറ്റം മാത്രം. എന്റെ വീട്ടിലേക്കും അല്ല, എന്താ ഞാൻ പറയതിനൊക്കെ.
ആരപ്പോ ഇവിടെ ഫോൺ അടിച്ചിട്ടുണ്ട്? എന്താപ്പ കാട്ടമ്മ, അവിടുന്ന് വിടുവോന്ന് അറിയില്ലേ. ഞാൻ ഏതായാലും നിങ്ങക്ക് ചോദിച്ചിട്ട് വിളിച്ചാ. എനിക്ക് പൂതിയൊക്കെ ഉണ്ട് അവിടേക്ക് വരാന്. ഇനിയിപ്പോ 3 മാസമായി ഞാൻ അപ്പൊ അങ്ങോട്ട് വന്നിട്ട്. എനിക്ക് നിങ്ങളെയൊക്കെ കാണാനൊക്കെ നല്ല പൂതിണ്ടേ. പിന്നെ കുട്ടികൾക്ക് ഈ ആഴ്ച കഴിഞ്ഞാല് പിന്നെ ലീവും ഉണ്ടാകൂല. പിന്നെ എന്നാ വരല് വെച്ചാ അറിയില്ല. വരികയാണെങ്കിൽ ഇതിൽ തന്നെ വരാൻ കഴിയുള്ളൂ. ഏതായാലും ഉമ്മാനോടൊന്ന് ചോദിച്ചിട്ട് വിളിച്ചാ. ആയിക്കോട്ടെ. വലൈക്കും സലാം. എത്താ അവസ്ഥ പഠിച്ചോനറിയാം. ഉമ്മല്ല വരുന്ന, ഉമ്മാനോട് ചോദിച്ചത്. ഉമ്മ എന്താ ജസിയ? അത് വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചീനി. അപ്പൊ എന്നോട് ഈ വരുന്ന ആഴ്ച വീട്ടിൽ വന്ന് നിക്കണോ ചോദിച്ചേ. ഞാൻ പോട്ടമ്മ, ഈ വരുന്ന ആഴ്ച കുട്ടികൾക്കാണെങ്കിൽ സ്കൂൾ മദ്രസ ഒന്നും ഇല്ലല്ലോ. എനിക്ക് ഏതായാലും പിന്നെ പോകാം. ഇതും കൂടി ഇനിയിപ്പാൻ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ആരാ ഇവിടെ ഉണ്ടാകുക? മറ്റോളാണെങ്കില് പരീക്ഷ അറിഞ്ഞുകൊണ്ട് നടക്കാണ്. ഇത് പോയി കഴിഞ്ഞാൽ ഇവിടെ ആരും ഉണ്ടാവില്ല പണിയെടുക്കാനും കാട്ടാനും ഒത്തിനും. എനിക്കറിയാലോ എന്നെ കൊണ്ട് കജൂലല്ലോ എത്തും. എനിക്ക് ഇനി പിന്നെ പോകാം. ഇപ്പൊ ഇവിടെ പിന്നെ ഷാനി ഉണ്ടല്ലോ, അത് വിചാരിച്ച് ഞാൻ ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞാണ്ടി പിന്നെ വരുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് വന്നെത്തിന് വെച്ചാല് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കൂട്ടോ. എന്നിട്ട് റൂമിൽ കൊണ്ടുവരും. ഞാൻ ഇപ്പൊ കൊണ്ടുവരാ. വീട്ടിൽ പോകാൻ എന്താ ചെയ്യറപ്പേ? എന്തിനേക്ക് ഈ താത്ത ഇങ്ങനെ സഹിച്ചു നിക്കണാവോ? പാവുണ്ട്. എപ്പോ നോക്കിയാലും അതിനിട്ട് ഇങ്ങനെ ചീത്ത പറയും. ഒന്നും ഉണ്ടാന്നിട്ട് അതിന്റെ മേത്തേക്ക് ഇങ്ങനെ കയറുന്നത്. എന്നാലും പോയോക്കട്ടെ. താത്ത, ഷാനിയോ? എന്താ ഷാനിയെ, നിങ്ങളെത്താ പണിയില്ല? പണിയൊക്കെ കഴിഞ്ഞിനടി. അപ്പ ഉമ്മേ വെള്ളം ചൂടാച്ചിങ്ങാണ്ട് കൊടുക്കാൻ പറഞ്ഞിനി. അപ്പൊ അതിന് വേണ്ടിട്ട് വെള്ളം വെച്ചതാ. കുളിച്ചാനും കൂടി ഉണ്ട്. അല്ല താത്ത, ഞാൻ ഇപ്പൊ അവിടുന്ന് കേട്ടു ഉമ്മ നിങ്ങളോട് പറയണതും കാട്ടണതൊക്കെ. എന്തിനാ താത്ത നിങ്ങൾ ഇങ്ങനെ സഹിച്ചു നിക്കണത്? ഇജ്ജ് കേട്ടോ? അതൊക്കെ ഇവിടെ സ്ഥിരമുള്ളതാടി. കുഴപ്പമില്ല. നിങ്ങൾ കുഴപ്പമില്ല അതില്ലാന്നൊക്കെ പറയും. പക്ഷെ ആർക്കായാലും സങ്കടം ഉണ്ടാവും ഇങ്ങനെയൊക്കെ കാട്ടുമ്പോ. നിങ്ങളിപ്പോ വീട്ടിക്ക് പോയിട്ട് എത്ര അയക്കണ്? 2-3 മാസമായില്ലേ. നിങ്ങൾക്കും ഉണ്ടാവില്ല കുട്ടികളെയും കൊണ്ട് നിങ്ങളെ വീട്ടിൽ പോയി നിക്കണം എന്നുള്ള പൂതി. എനിക്ക് പോകാനൊക്കെ പൂതി ഉണ്ടടി. എൻ്റെ അമ്മ ഇപ്പൊ വിളിച്ചിങ്ങാണ്ട് വെച്ചിട്ടുള്ളൂ വരുന്ന വെച്ചിട്ട്. 3 മാസമായി ഞാൻ വീട്ടിൽ പോയി നിന്നിട്ട്. പൂതില്ലായിട്ടൊന്നല്ല, വിടാൻ ഞാൻ എന്താ കാട്ട്? അങ്ങനെ വീടായിട്ട് എന്താ കാട്ടുകാരണം നിന്നിട്ട് കാര്യല്ല താത്ത. നിങ്ങൾ ഇങ്ങനെ മിണ്ടാക്കുന്തോറും നിങ്ങളെ തലയിൽ കയറുള്ളൂ. നിങ്ങൾക്ക് ഈ ആഴ്ചത്തെ ലീവ് കഴിഞ്ഞാലേ നിങ്ങൾക്ക് പിന്നെ അടുത്തൊന്നും വീട്ടിൽ പോയി നിൽക്കാൻ കഴിയില്ല. കുറച്ച് ദൂരം ഉണ്ടല്ലോ ഇവിടുന്ന്. നിങ്ങൾ ജാബിറാക്കനോട് ചോദിച്ചിങ്ങാണ്ട് പോകാൻ നോക്കിക്കൂടെ? എനിക്ക് പേടിയാടി. നിങ്ങൾ എത്തിനാ താത്ത ഇങ്ങനെ പേടിച്ചണത്? നിങ്ങൾ ഇങ്ങനെ പേടിച്ച് നിന്നാ കാലാകാലം ഇങ്ങനെ നിക്കേണ്ടി വരും കേട്ടോ. ഞാനും പണ്ടൊക്കെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഓരോന്നൊക്കെ പറയും. അപ്പൊ ഉമ്മ പറയും പെൺകുട്ടികളല്ലേ, കെട്ടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, പണിയെടുക്കന്നെ വേണ്ടിയത്. ഓല് പറയണ എന്താ വെച്ചാൽ അത് കേട്ട് നിക്കണം കാട്ടണം, അങ്ങനെയൊക്കെയാണ് പറയല്. അപ്പൊ പിന്നെ എനിക്കിപ്പോ തന്നെ ശീലായി. ഒക്കെ നിങ്ങൾ എന്തൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഇവിടുത്തെ പണി മുഴുവൻ എടുക്കണത്. എന്നിട്ടും കുറ്റം മാത്രല്ലേ പറയണുള്ളൂ. ഇത് ഇതേമാതിരിക്ക് തുടരുകയേ ചെയ്യുള്ളൂ നിങ്ങൾ ഇങ്ങനെ മിണ്ടാ നിന്നൊടുത്താല്. ഇജ്ജ് പറഞ്ഞ ശരി തന്നെ, എല്ലാത്തിനും കുറ്റം. എത്ര കഷ്ടപ്പെട്ടു കാട്ടിയാലല്ലേ ഓരോന്ന് ചെയ്തുണ്ടാക്കി കൊടുക്കണത്. എന്നാലോ എത്ര നല്ലതാണെങ്കിലും എന്തിനും കുറ്റം ഉണ്ടാവുള്ളൂ. ഒരു കാര്യം എന്തെങ്കിലും നല്ലതാണെന്നുള്ളത് സമ്മതിച്ചു തരൂല. നമ്മൾ കൊറേ കരഞ്ഞിട്ട് എന്താ കിട്ടണത്? അപ്പൊ മക്കൾക്കും വേണ്ടിയിട്ട് തന്നെ ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുട്ടികൾക്കും വേണ്ടിയൊക്കെ ജീവിച്ചണൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ ഇക്കോലത്തിൽ നമ്മളാർക്കും അടിമപ്പെട്ടുങ്ങാണ്ട് ജീവിച്ചാൻ പാടില്ല താത്ത. ഞാൻ എൻ്റെ സ്വന്തം താത്തയായിട്ട് കണ്ടും കാണാൻ ഞാൻ നിങ്ങളോട് പറയണത്. ഞാൻ എന്തായാലും നിങ്ങളൊപ്പം ഉണ്ടാകും. നിങ്ങൾക്ക് ഇന്ന് പോകാനുള്ള വഞ്ചി ഞാൻ എന്തായാലും ഒരുക്കി തരാം. ഞാൻ നോക്കട്ടെ. എനിക്ക് പേടിയാണ്, സത്യം പറഞ്ഞ എനിക്ക് പേടി. എന്ത് ചെയ്യാനും പേടി. പറയണൊക്കെ കേട്ട് ഞാൻ എന്തെങ്കിലും ചെയ്ത് ഞാൻ പറഞ്ഞ മാറ്റി കാട്ടിക്കൊണ്ടിട്ടോ. നോക്കട്ടെ. വെള്ളം കഴിച്ചു.
കൊണ്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇനി അടുത്ത പ്രശ്നമാവും. ആ നിങ്ങൾ അവിടെ പേടിയാണ് പറഞ്ഞു നിന്നോളി, ഞാൻ ശരിയാക്കി തരാം എന്താ വെച്ചാ. പാവണ്ട് താത്ത, അതിന് പേടിച്ച് ഇങ്ങനെ ജീവിച്ചാണ്. താത്തായിട്ട് എന്തായാലും ജാബിറാക്കനോട് വിളിച്ച് പറയില്ല, ഞാനെങ്കിലും വിളിച്ച് പറയട്ടെ. ആ ഹലോ, അസ്സലാമു അലൈക്കും ജാബിറാക്ക. വലൈക്കും മുസ്സലാം. ഇത് ഞാനാണ്, ഷാനിയാണ്. ആ മനസ്സിലായി. എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ട് വിളിച്ചൊന്നല്ല. അത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ. എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ കാര്യം എന്ന് വെച്ചാ പറയുന്ന. അത് പിന്നെ ഞാനുണ്ടല്ലോ താത്താന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ. നിങ്ങൾ അവിടെ അല്ലേ, നിങ്ങൾ ഇവിടുത്തെ കാര്യം ഒന്നും അറിയണില്ലല്ലോ. താത്ത സത്യം പറയാലോ, ഇവിടെ അത്രയും കഴിച്ചാണ് ജീവിച്ചത്. ഉമ്മ ആണെങ്കിൽ ഇട്ട് ഇടങ്ങേറാക്കാണ്. താത്ത ഒരു പാവാണ്. ഇങ്ങനത്തെ അത് കണ്ണീരൊക്കെ അമർത്തി പിടിച്ചാന്നല്ല, ഉള്ളിലിട്ട് ഒതുക്കാനുള്ള സങ്കടമൊക്കെ. എന്ത് ചെയ്യണീനും കാട്ടണീനും ഒക്കെ കുറ്റം. ഞാൻ കാണുന്നുണ്ടല്ലോ ഇവിടെ താത്ത പണിയെടുക്കണതൊക്കെ. ചെമ്മ എന്തേ കാര്യം പറയണത്, നിങ്ങളോടാണെങ്കിൽ അങ്ങനെ തന്നെ കാര്യം പറയുന്നതാണെങ്കിൽ എല്ലാത്തിനും കുറ്റാണ്, എന്ത് ചെയ്താലും കുറ്റം. അങ്ങനെയാണ് താത്താനിട്ട് ഇവിടെ കാട്ടുന്നത്. ഇപ്പതാ ഈ 10 ദിവസം സ്കൂളില്ല, എന്നിട്ട് ഈ ഒരാഴ്ചക്ക് ഒന്ന് വീട്ടിൽ പോയിക്കാൻ ചോദിച്ചിട്ടാണെങ്കിൽ വിടണില്ല. നിങ്ങളൊന്ന് പിന്നെ താത്താനെ വിളിച്ചെങ്ങാണ്ടേ പോകാൻ പറഞ്ഞാളെ. എനിക്ക് ഉമ്മ ഇനി വിളിച്ചേ കാട്ടുകയാണെങ്കിൽ ഒന്ന് പോകാൻ പറഞ്ഞാളെ. താത്ത പേടിച്ചിട്ടാണ് പോകാത്ത. 3 മാസമായിക്കണ് ഓല് വീട്ടിൽ പോയി നിന്നിട്ട്. എത്ര സങ്കടം ഉണ്ടാകും. ഉമ്മ കുഞ്ഞോളൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചെടുത്തുന്നില്ലേ? അതെന്തുകൊണ്ട് അമ്മക്ക് കാണാൻ പൂതിയുള്ളോണ്ടല്ലേ. അതേമാതിരി തന്നെ താത്താക്കും ഉണ്ടാകുമല്ലോ വീട്ടിൽ പോകാൻ പൂതി. അത് പേടിച്ചിട്ടാണ്. ഞാൻ കൊറേ പറഞ്ഞു നോക്കി, പക്ഷെ അതിനൊരു ധൈര്യം വരുന്നില്ല, പേടിച്ചു നിൽക്കാണ്. നിങ്ങളൊന്ന് വിളിച്ചങ്ങാണ്ട് എന്താ ചെയ്യുന്ന പറ്റിയ കാര്യം ഒന്ന് ചെയ്യട്ടോ. നിങ്ങളോട് ഞാൻ എന്ത് ചോദിച്ചാലും ഇങ്ങനത്തെ ഒരു കാര്യം തന്നെ സാരല്ല. മോളേതായാലും പോയിക്കോട്ടെ. ഞാൻ അമ്മാനോട് വിളിച്ച് കാര്യം പറഞ്ഞ അമ്മക്ക് മനസ്സിലാകാതൊക്കെ ഉണ്ടാകൂല. ഏതായാലും പറഞ്ഞത് നന്നായി. നിങ്ങൾ പറഞ്ഞാലും സമ്മതിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് സമ്മതിപ്പിച്ചാണ്ടി. അതൊക്കെ സമ്മതിപ്പിച്ചാലുള്ള വജ്ജിച്ച. ആയിക്കോട്ടെ, എന്നെ നല്ലത്. താത്താനെ എന്നിട്ട് പാവം തോന്നുന്നു, അതാ ഞാൻ എന്നെ വിളിച്ചത്. താത്ത വിളിച്ചിട്ട് ഏതായാലും നിങ്ങളോട് പറയില്ല. ഓളെ ഞാൻ കൊണ്ടുവരും, അത്ര തന്നെ ഉണ്ടാകുള്ളൂ. ശരി എന്നാ. ആയിക്കോട്ടെ എന്നാ. ഇതന്നെയാ നല്ലത്. പാവണ്ട താത്ത. താത്താനത് ഒന്നും പറയാം. താത്ത എന്താണ് ഇവിടെ ഒച്ചയും വിളിയത്? എന്താ ഷാനിയെ എന്താണ്? നിങ്ങൾ ഏതായാലും ഇന്ന് തന്നെ വീട്ടിൽ പോയിക്കോളി. കുട്ടികൾക്ക് ഇനി ഒരാഴ്ചക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ഇന്ന് അങ്ങനെ പോയിക്കോളി. എന്താ വെച്ചാല് അടുത്ത ഇതായാലും എനിക്ക് പോകേണ്ടി വരും. അപ്പൊ നിങ്ങളിപ്പോ പോയെന്നാല് നിങ്ങൾക്ക് ഒരാഴ്ച നിൽക്കും ചെയ്യാ. അല്ലാതെ ഇപ്പൊ ഇനി സ്കൂളൊക്കെ തുറന്ന് ഞങ്ങൾക്ക് പോകാനും കഴിയില്ലല്ലോ. നിങ്ങൾ പോയിക്കോളി എന്നാ. ഉമ്മ ഞാൻ ഏതായാലും കൊറേ ആയിക്കണ് വീട്ടിൽ പോയിന്നിട്ട്. ഞാൻ എന്നാ പോയിക്കോട്ടെ വീട്ടിക്ക്. ഈ ഒരാഴ്ച നിന്നിട്ട് വരാം. ജസിയെ, എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ പോകണ്ടാന്ന്. ഇപ്പൊ ഏതായാലും പോകണ്ട, പിന്നെ എപ്പോഴെങ്കിലും പോയിക്കോണ്ടി. അതിനെന്താ അമ്മ, താത്ത പോയിക്കോട്ടെ. ഓർക്ക് സ്കൂൾ പൂട്ടുമ്പോഴല്ലേ പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ തന്നെ എത്ര പോണം? എനിക്കൊക്കെ ഇവിടെ അടുത്താണ്. ഇനിയിപ്പം ക്ലാസ് ഉണ്ടെങ്കിലും എനിക്ക് പോകും വരികയൊക്കെ ചെയ്യാം. അതേമാതിരിക്ക താത്താന്റെ കഥ. സ്കൂൾ ഉണ്ടെങ്കിൽ കുട്ടികള് ഇതുകൊണ്ട് പോകാനും കഴിക്കൂല. പിന്നെ സ്കൂൾ ഇല്ലാത്തപ്പോഴല്ലേ ഓല് പോകാൻ പറ്റുള്ളൂ. ഷാനിയെ, ഇവിടെ തീരുമാനം എടുക്കലൊക്കെ ഞാനാണ്. ജയില് കയറിങ്ങാണ്ട് ഇടപെടണ്ട. ജസിയെ, ജോളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്ടി. അല്ലമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ തീരുമാനിക്കണ മാതിരിക്കൊക്കെ നടക്കണം എന്നുണ്ടല്ലോ. ഈ താത്ത എത്ര ആയിക്കണ് വീട്ടിൽ പോയിട്ട്? 3 മാസം ആയിക്കണ് അതിന്റെ വീട്ടിൽ പോയി നിന്നിട്ട്. നിങ്ങളെ മോളുണ്ടല്ലോ, കുഞ്ഞോള്, ഓള് നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ച് വരുത്തുണ്ടല്ലോ ഇങ്ങോട്ട്. അപ്പൊ ഓള് അവിടുന്ന് വിടാൻ എന്തേകാര അവസ്ഥ നിങ്ങൾ ആലോചിക്കണോ? ആണ്ട ഷാനി, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഈ കാര്യം പറഞ്ഞങ്ങാണ്ട്. ആണ്ട ഷാനിയെ, ഞാൻ പോകണില്ല. എന്നാ തീരുമല്ലോ ഇപ്പൊ ഈ പ്രശ്നം. താത്ത നിങ്ങൾ പോയി നിന്നോളി. നിങ്ങൾ ഒന്നോടും പേടിച്ചണ്ട. നിങ്ങൾ ആരെയാണ് ഈ പേടിച്ച് ഇങ്ങനെ ജീവിച്ചത്? നീ ഒരു കാര്യം മതിയാകടി. ജാബിറാക്ക് വിളിച്ചങ്ങാണ്ട് ഇന്നെ കാര്യം ചീത്ത അറിയാം. മാണ്ടടി, നിർത്തിക്കോ, എനിക്ക് പോകണ്ട. അത് വിചാരിച്ച് നിങ്ങൾ പേടിച്ചണ്ട താത്ത. ജാബിറാക്കൊക്കെ ആ നേരത്തെ വിളിച്ചങ്ങാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിക്കണ്.
നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചു നോക്കി പോകാൻ പറയും. ഞാനേ നേരത്തെ വിളിച്ചെങ്ങാണ്ടേ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തീനി. ഇജ്ജ് അത്രക്കൊക്കെ ആയടി, ഇജ്ജ് എത്തൊക്കെ അവനെ വിളിച്ചെങ്ങാണ്ട് ഒലത്തി കൊടുത്തത്. ഇജ്ജത്ത കുടുംബം മുട്ടിച്ചാനായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തിക്കാണ്. നല്ല കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കാര്യം. ഞാൻ കുടുംബം മുട്ടിച്ചാൻ വേണ്ടി വന്ന തന്നെയാണ്. ഒക്കെ സഹിച്ചിങ്ങനെ എത്ര കാലമായി താത്ത ഇങ്ങനെ നിൽക്കണം ഇവിടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളെ ഭർത്താക്കന്മാര് പറയുന്നതാണ് ആദ്യം കേൾക്കേണ്ടത്. നിങ്ങൾ വിളിച്ചു നോക്കി എന്താ ഓല് പറയണത് എന്നുള്ളത്. എന്നിട്ട് ഇവിടെ നിൽക്കണോ, നിങ്ങൾക്ക് പൂതിയില്ല നിങ്ങളെ വീട്ടിൽ പോയി നിൽക്കണം എന്നുള്ളത്. ഇനിയിപ്പോ ഈ വെക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഏതും കിട്ടൂല, ഒരാഴ്ച ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് പോകാൻ ഇനി എത്രങ്ങാനും കഴിയണം. നിങ്ങൾ വേണമെങ്കിൽ പോയി നിന്നോളിട്ടോ. ഷാനി പറഞ്ഞത് ശരിയമ്മ. എടി ജെസ്സിയെ, ജോളെ വാക്ക് കെട്ടുങ്ങാണ്ടേ തുള്ളാൻ നിക്കണ്ട. എന്റെ സ്വഭാവം എന്താന്നുള്ള എനിക്ക് ശരിക്കും അറിയാലോ. എനിക്ക് എന്നാ പോകാൻ പറ്റുക അറിയില്ല. ഈ ഒരു ആഴ്ചത്തെ ഇതും കൂടി കഴിഞ്ഞ പിന്നെ എന്നാ പോകാൻ പറ്റുക പറയാൻ പറ്റില്ല. 3 മാസമായി വീട്ടിൽ പോയിട്ട് ഓലൊക്കെ കണ്ടിട്ട് എത്ര അയക്കണ്. ഏതായാലും ഇതിന് പോവാ, അതെന്നെ നല്ലത്. ഏതായാലും ജാഗ്രത കൂടി ഒന്ന് വിളിച്ചട്ടെ. ഓല് പോകാൻ പറയണെങ്കിൽ ഞാൻ പോകാം. ഒന്നും വിചാരിച്ചത് എനിക്കൊന്നുമില്ല. ഇനി എന്താ പോകാൻ പറ്റുക പറയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾ പോയി കണ്ട് എന്താ എടുക്കാനുള്ളൊക്കെ എടുത്തുങ്ങാണ്ടേ മാറ്റിക്കോളി. എന്നിട്ട് പോകാൻ നോക്കി. ഞാൻ പോവാൻ നോക്കാന്ന്. കുളിച്ചിട്ടുമില്ല. കുളിച്ചു കണ്ടൊന്ന് മാറ്റട്ടെ. കുട്ടികളെയും മാറ്റാണ്ട് ഞാൻ എന്നാ പോകാൻ നോക്കട്ടെ കേട്ടോ. ഞാതിറാക്കൊക്കെ ഒന്ന് വിളിച്ചട്ടെ. അല്ലാ, അല്ലടി ഇജ്ജെത്തിനാണ് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ ഇവിടെ വന്നുങ്ങാണ്ട്. സ്വത്തത് നല്ലോണം ഇവിടെ ജീവിച്ചാൽ എനിക്ക് പറ്റണില്ലല്ലേ. ആയിക്കോട്ടമ്മ, ഞാൻ അങ്ങനെ കുത്തിത്തിരിപ്പ് ഒന്നും ഉണ്ടാക്കണോ ഒന്ന് തന്നെ ആയിക്കോട്ടെ. നിങ്ങളടിയിൽ ഞാൻ അങ്ങനെ ആയി വെച്ച് എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് അതിന്റെ അവസ്ഥ കണ്ടിട്ട് അത്രയും പാവം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മെനക്കെട്ട് ഇറങ്ങിയത്. അല്ലാതെ വേറെ ഒന്നുകൊണ്ടും അല്ല. നിങ്ങളോടൊന്നും ഒരു കുഴപ്പമില്ല. എന്നോട് എന്താ ജാബിറാക്ക് വിളിച്ചപ്പോ പറഞ്ഞത്, താത്താനെ വിടുവെന്നുള്ളത് നോക്കട്ടെ എന്നാ, അല്ലെങ്കിൽ എത്ര ചാപ്പ തീരുമാനിച്ചാന്നാ. വെറുതെ നിങ്ങളായിട്ട് ഓരോന്ന് ഉണ്ടാക്കിങ്ങാണ്ട് ഇതാക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞുതരാം. ആർക്കായാലും സഹിച്ചാൻ കഴിയാഞ്ഞാലേ അവസാനം ഇവിടെ നിന്ന് തരില്ല. അവസാനം ഒറ്റക്ക് തന്നെ നിൽക്കേണ്ടി വരും. എത്ത് കാട്ടുന്നാണ് ജി കുറെ നേരായി പറയണത്. ഓനെ നിന്റെ മകനാണ്. ഞാൻ പറയണ മാതിരിക്ക് ഓൻ കാട്ടുള്ളൂ. അല്ലാതെ എന്റെ കുത്തിത്തിരിപ്പിലൊന്നും പോകുന്നു ജി വിചാരിച്ചണ്ട. നിങ്ങൾ സമ്മതിച്ചണ്ട. എന്നാല് എന്താ വെച്ചാലേ ഓലാണ് കാട്ടിക്കോളും. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നിർത്തിക്ക എന്റെ പഠിപ്പും പരീക്ഷയും കാര്യമൊക്കെ. നാളെ മുതലേ അടുക്കളയിൽ കണ്ട് ഇറങ്ങിക്കോ. പഠിച്ചാണെ പഠിച്ചോട്ടെ വിചാരിച്ചിങ്ങാണ്ട് നിന്നപ്പോള് തലീ കയറുക. എന്നെ കൂടുതൽ വരച്ചാൻ വേണ്ടിയിട്ട് വരണ്ടട്ടങ്ങള്. എനിക്കറിയത്താ കാട്ടണ്ടേന്നുള്ളത്. ഇങ്ങനെ ഉണ്ടാകുമോ പെണ്ണുങ്ങളിത്? പെണ്ണുങ്ങളെ വീടിന്റെ ഉള്ളിലാണ് നിൽക്കേണ്ടത്, അല്ലാതെ അങ്ങാടിയിൽ ഇറങ്ങിങ്ങാണ്ട് തെണ്ടി തിരിഞ്ഞ് നടക്കല്ല വേണ്ടിയത്. ഇത് ഓളിങ്ങോട്ട് പഠിപ്പ് വരീസാറാണ്ട് ഇറങ്ങിപ്പോകും. എന്നിട്ട് വീട്ടിലത്തെ ഒരു പണിയും ചെയ്യാണ്. എന്നിട്ട് ഞാൻ അതിന് മിണ്ടാതെ നിൽക്കുമ്പോ ഓള് മേക്കിട്ട് കയറാൻ വരിക. ഇവിടെ നല്ലോണം നിൽക്കണോലും കൂടി ഇട്ട് കുട്ടി തിരിപ്പിച്ച. അതിന്റെ സ്വഭാവം പെടുത്തോടെ നിർത്തിക്കോ. ഞാൻ ആരെയും അടിമയായിട്ടൊന്നും നിൽക്കാതെ ഞാൻ ആരോടും വാക്കൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഓല കാര്യത്തിൽ തീരുമാനം എടുക്കാൻ നിൽക്കണ്ട. എനിക്കറിയാം എന്താണ് ഓല കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ഇജ്ജ് ഇപ്പൊ എന്നൊന്നല്ല വന്നല്ലേ. ഇത്രയും കാലം ഓന്റെ കാര്യത്തിൽ ഞാൻ തന്നെയാണ് ഈ തീരുമാനം എടുത്തത്. ഇജ്ജ് ഇനി അതിൽ കയറി തലയിടാൻ നിൽക്കണ്ട. പറഞ്ഞില്ലാന്ന് മാണ്ട. ഞാനേ എന്റെ മാപ്പളിന്റെ അടിക്കല്ലേ വന്നിക്കുന്നത്. ഈറ്റങ്ങളെ കാര്യല്ലേ ഇത് എനിക്കറിയാൻ തീരുമാനിച്ചേണ്ടത്. എന്റെ മകക്കാണ് ഇങ്ങനെയെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നിങ്ങൾ എന്തേ കാര്യം എന്നുള്ളത്. എന്നിട്ട് വർത്താനം പറയണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാകന്മാര് ഒരുമ്പട്ട ജാതി. ഒരു കുലുക്കല്ലാതെ പോകണുണ്ടില്ലേ. എത്തോളം നെകളിപ്പുന്ന ഇങ്ങനെ പോകണ്. ഞാൻ കാണിച്ചു കൊടുക്ക എത്താ അതിന് മാണ്ടിന്നുള്ളത്. ഓളത്തെ വിചാരിച്ചത് ഇന്നെ അങ്ങോട്ട് വന്ന് ഭരിച്ചാന്നോ. ഇന്നലെ ഇങ്ങോട്ട് വന്നങ്ങാണ്ടേ എന്നിട്ട് ആ ജസിനെയും കൂടെ ഓള് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്ക. ഇതിനുള്ള പണി എത്താന്ന് വെച്ചറിയാം. ഏതായാലും ജാവി ഇങ്ങോട്ട് വിളിച്ചട്ടെ. ഇതൊക്കെയാണാവോ പയച്ചി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഓന്റെ മനസ്സാറ്റാനല്ലേ അയച്ചു വയ്ക്കും. ഇല്ലാത്തൊരിറങ്ങാറഞ്ഞോ. ജാബിയാണല്ലോ. ഹലോ ജാബിയെ മോനെ, അസ്സലാം അലൈക്കും. ഉമ്മാന്റെ കുട്ടി വിളിച്ചാ അമ്മ കാത്തു നിക്കേനി. എന്തേന്നോ ഉമ്മാനൊന്നും ഒരു വിലയില്ലാതെ എന്റെ പെണ്ണുണ്ട് വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങണ്.
ഓക്കാണെങ്കില് കൂട്ടായിങ്ങാണ്ട് ആ സാനി. ഓള് കൊറേ ആയില്ലമ്മ വീട്ടിൽ പോയിട്ട്. കുറച്ചു ദിവസം പോയി നിന്നോട്ടെ. എടാ ഇജ്ജു പോള ഭാഗം കൂടുകയല്ലേ. ഞാൻ ആരും ഭാഗമൊന്നും കൂടല്ലമ്മ. 3 മാസത്തോളായില്ല ഓളിപ്പോ വീട്ടിൽ പോയി നിന്നിട്ട്. ഇനിയിപ്പൊ ഈ ആഴ്ച കഴിഞ്ഞ ഓക്ക് പോകാനും കഴിയൂല. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ഓള് പോകാണെ പോയി നിന്നോട്ടെ. പിന്നെ അവിടെ തന്നെയല്ല ഉണ്ടാകുക. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാ. എന്തായാലും ഓളെ ഈ വീട്ടുപോക്ക് നടക്കൂല. ഞാൻ അതിന് സമ്മതിച്ചൂല. നിങ്ങൾ ഇനി എത്ത് പറഞ്ഞിട്ട് കാര്യമില്ലമ്മ. ഓളൊന്ന് പോകും. ഇജെന്താ അന്റെ പെണ്ണ് പറയുന്നിട്ട് തുള്ളാൻ നിക്ക? ഞാൻ ആരെ വാക്കും കേട്ട് തുള്ളല്ല. ഓക്കുണ്ടാവില്ല വീട്ടിൽ പോയി നിക്കണം എന്നുള്ള പൂതി. കുഞ്ഞോള് ഇവിടെ വന്ന് നിക്കല്ലേ, അതേമാതിരിക്ക് തന്നെ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഓളൊന്ന് ഇവിടുന്ന് ഇറങ്ങി പോയിക്കണമെങ്കിൽ പിന്നെ ഈ വീട്ടിക്ക് ഞാൻ കയറ്റൂല. ഓഹോ, നിങ്ങൾ അത്രക്ക് വാശിയിലാണല്ലേ. എന്നാ ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങോട്ട് കയറ്റണ്ട. ഞാൻ ഓളെ അങ്ങോട്ട് കൊടുന്നോളാം. ഇനി ഓളെ അങ്ങോട്ട് വരുന്നില്ല. നിങ്ങൾ ഇനി സമാധാനായിട്ട് അവിടെ ജീവിച്ചോളി. ഓളെ കൊണ്ടുള്ള എന്റെ കുട്ടികളെ കൊണ്ടുള്ള ആരെ കൊണ്ടുള്ള ഇടങ്ങാറും ഉണ്ടാകൂല. പറയുന്നത് നീ ഇങ്ങോട്ട് വിടണില്ലാന്നോ? അങ്ങനെ തന്നെ. ഓളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും എന്തെങ്കിലും കാട്ടിക്കൊണ്ട്. ഞാനേ പണിക്ക് കയറാണ്. എനിക്ക് ടൈമില്ല. വെക്കാണ്. അസ്സലാമു അലൈക്കും. മോനെ ഇതൊന്നും മാണ്ടില്ലേനി. ഓൻ ഓളങ്ങോട്ട് വിടണില്ലാന്ന്. ആ മറ്റേ സാനി ഇവിടെ ഉണ്ടായിട്ട് എത്താണ് കാര്യം? ഇങ്ങോട്ട് ഭരിച്ചാൻ വരുന്നല്ലാതെ. മറ്റോളന്ന് ആദ്യം വിട്ടാ മതി. ഒരാഴ്ചയല്ലേ പ്രശ്നം ഉണ്ടാവൂലേനി. ഇപ്പൊ കാലാകാലത്തിന് എനിക്കൊരു ഇതായില്ല റബ്ബേ. ഒന്നും മാണ്ടില്ലേനി. ഞാൻ ആരുമില്ലല്ലോ, ഒറ്റക്കായില്ല. എനിക്ക് ഞാനുള്ളത്. അല്ലാ.